ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതും നിങ്ങൾക്കൊരു ചാകര തന്നെയാണ്. അതായത് PG ഉള്ളവർക്ക്, നെറ്റ് ക്വാളിഫൈഡ് ആയവർക്ക് ഒക്കെ, അതായത് ചില പോസ്റ്റുകൾക്ക് ഉള്ളി PG മാത്രം മതി. അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ, ലെക്ചറർ, ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ചാകര തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. കാരണം ഇത് ഞാൻ നിങ്ങളെ മുൻപേ ഈ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് കണ്ടു കാണും, അപ്ലൈ ചെയ്ത് കാണാം. ഞാൻ മുൻപേ ഒരു തവണ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നതാണ്. ഞാൻ പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല, നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അത് ഓഗസ്റ്റിലായിരുന്നു, ജൂലൈയിലാണ് വിളിച്ചത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് ഭാഗ്യം കൊണ്ട് വീണ്ടും എന്താണ് ഒരു റീ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റി, ഓക്കെ, മാൻഗോൺ ഡിസ്ട്രിക്ട്, റായ്ഗഡ്. ഓക്കെ, അപ്പൊ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുന്നവര്, ആദ്യമായിട്ട് കാണുന്നവര്, തീർച്ചയായിട്ടും നിങ്ങൾ, ഞാൻ പറഞ്ഞു, ഇത് റവന്യൂ ഉദ്ദേശിച്ചുള്ള ഒരു ചാനലേ അല്ല, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങളെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വീഡിയോയുടെ ലെങ്ത് ചില വീഡിയോകളിൽ നീണ്ടു പോകുന്നത് അത്രയും കാര്യങ്ങൾ അതിൽ പറയാനുള്ളത് കൊണ്ട് മാത്രമാണ്. പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ ടൈം കൂടിപ്പോവും, ക്ഷമിക്കുക. ഓക്കെ, മാക്സിമം ടൈം കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മറുപടി ഇട്ടവർക്കും എല്ലാവരുടെയും മറുപടികൾ, റിപ്ലൈകൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, മാക്സിമം ചില കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മാക്സിമം അത് പറയേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള KVS, NBS, EMRS, AEES, DSSB മുതലായ ടീച്ചിങ് പൊസിഷനിലേക്കുള്ള എക്സാമുകൾ ഉടനെ വിളിക്കും. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അഡ്മിഷൻ തുടരുകയാണ്. അതുപോലെ തന്നെ CTET കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം നമ്മുടെ സുപ്രീം കോടതി ഇന്നലെ പുതിയൊരു ഓർഡർ അല്ലെ കൊണ്ടുവന്നിട്ടുണ്ട്. CTET ഇല്ലാത്തവരെയൊക്കെ എടുത്ത് പുറത്ത് കളയാൻ പോവുകയാണ്. CTETോ KTETോ ഇല്ലാത്തവര് ടീച്ചിങ് ചെയ്യേണ്ട, 2 വർഷത്തിനുള്ളിൽ CTET ഇല്ലാത്തവരുണ്ടെങ്കിൽ നേടിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട, പിരിഞ്ഞു പോകൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങള്, അപ്പൊ CTETന്റെ കോച്ചിങ്, അതുപോലെ തന്നെ LPUP ടീച്ചറിന്റെ കേരള PSC ലോങ് ടേം, അതുപോലെ തന്നെ കേരള PSC ഫിഷറീസ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല, ഉടനെ തന്നെ സ്റ്റാർട്ട് ആകും. ഓക്കെ, അപ്പം അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. അതിന്റെ സംശയങ്ങൾ വിളിച്ചു ചോദിക്കാം. അതിനുവേണ്ടി താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്തവർ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഏതെങ്കിലും നമ്പറിൽ, അല്ലെങ്കിൽ 77 36 75 0473 നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് വഴിയും ചോദിക്കാം, വിളിച്ചും ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിലേക്ക് കിടക്കാം. അപ്പൊ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റി. അപ്പൊ ജസ്റ്റ് ഇത് കാണാനായിട്ട് വേറൊന്നുമില്ല, dibatu.ac.in, dibatu.ac.in എന്നോ ആ അഡ്രസ്സിലോ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഈ വെബ്സൈറ്റിലോട്ട് കയറിയതിനു ശേഷം താഴേക്ക് വരിക. ഇതിന്റെ താഴേക്ക് വരുന്നു കഴിയുമ്പോൾ ഇതിന്റെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. നോട്ടിഫിക്കേഷൻ, ഇവന്റ്സ്, പ്രസ് റിലീസ്, ടെൻഡേഴ്സ്, എക്സാമിനേഷൻസ്, നോട്ടീസ്, റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ, കുറെ ഓപ്ഷൻസ് വരും. അതിൽ താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ കിടപ്പുണ്ട് അഡ്വർടൈസ്മെന്റ് ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചിങ് പൊസിഷൻസ്. ഓക്കെ, 7 ജൂലൈ 2025 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അതിന്റെ ഡേറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിലേക്ക് വരും. ഇതാണ് അന്ന് വന്ന ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളേ, ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ ദ പൊസിഷൻസ് ഓഫ് പ്രൊഫസർ 13 പൊസിഷൻസ്, അസോസിയേറ്റ് പ്രൊഫസർ 23 പൊസിഷൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ 60 പൊസിഷൻസ്, for the degree wing and HOD 1 positions, and the minimum qualification, experience, reservation, relaxation, age, service conditions, emoluments of age and
superannuation, etc. are the prescribed by the University Government of Maharashtra. Time to time, all updates regarding advertisement are available on university website and address കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അന്ന് വന്നപ്പോഴുള്ള ഡേറ്റ് 18 ഓഗസ്റ്റ് 18 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള. നോക്കിക്കോളണം, അസോസിയേറ്റ് പ്രൊഫസർ 23 വേക്കൻസീസ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ 60 വേക്കൻസീസ് ഉണ്ട്, ലെക്ചറർ 23. ഓക്കെ, അപ്പൊ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഒരു ചാകര തന്നെയാണ്. അതില് ഒരുപാട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പോയി എല്ലാ തരത്തിലുള്ള പോസ്റ്റുകൾ, അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അസിസ്റ്റന്റും അസോസിയേറ്റും പ്രൊഫസർ ജസ്റ്റ് ബി ടെക് അല്ലെങ്കിൽ M.Tech ആണ്. നെറ്റോ സെറ്റോ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, നോക്കുക, നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അതല്ല, എഞ്ചിനീയറിംഗ് അല്ലാതെ ഉള്ളതിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമെറ്റിക്സ്, ഇംഗ്ലീഷ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ എല്ലാ തരത്തിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിലും അസോസിയേറ്റ് പ്രൊഫസറിലും ഇതെല്ലാം വിളിച്ചിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമെറ്റിക്സ്, ഇംഗ്ലീഷ്. അപ്പം അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. അസോസിയേറ്റ് പ്രൊഫസറിന് PhD ആണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറിനും ലെക്ചറിനും B.Tech അല്ലെങ്കിൽ M.Tech അല്ലെങ്കിൽ PG നെറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതിലൂടെ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ 23, അത് അതിന്റെ റിസർവ് SC എത്ര, ST എത്ര, അങ്ങനെ ഓരോന്നും വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ മൊത്തം 60 പൊസിഷൻസ്. അതില് ഓരോ കമ്മ്യൂണിറ്റി ബേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. വുമണിനും ഉണ്ട് കേട്ടോ. വുമണിന് പ്രത്യേക റിസർവേഷൻസ് ഉണ്ട്. 80 പോസ്റ്റ് വുമണിന് വേണ്ടി തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കി അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഓരോന്ന് വായിച്ച് പറഞ്ഞിട്ട്, നിങ്ങൾ ഇനി സമയം കൂട്ടി വീഡിയോ ഒന്നും പറഞ്ഞില്ല, കണ്ടില്ല, അവസാനം വരെ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായതെന്നും പറയേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കി എടുക്കുക. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. ഫീസ് ഉണ്ട്, നോൺ റീഫണ്ടബിൾ ആണ്. ജനറൽ 500-ഉം ബാക്കിയുള്ള റിസർവ് കാറ്റഗറീസ് 300-ആണ് ഫീസ് എന്ന് പറയുന്നത്. പിന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ പോർട്ടലിലേക്ക് പോകും. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾഡ് 25-ാം തീയതി വന്ന ഈ നോട്ടിഫിക്കേഷൻ, ഇതിന്റെ ഡേറ്റ് എക്സ്റ്റൻഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് തിരിച്ച് ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യം കിടക്കുന്നത് 13 ഓഗസ്റ്റ് 2025 എക്സ്റ്റൻഷൻ ഫോർ അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചിങ് പൊസിഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതോ നോക്കിക്കൊള്ളണം, അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫീസ് 500 ഫോർ ഓപ്പൺ കാറ്റഗറി, 300 ഫോർ റിസർവേഷൻ കാറ്റഗറി. അഡ്രസ് ഇതാണ്, അപ്ലൈ ചെയ്യാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ്. എക്സ്റ്റെൻഡ് 25 ഓഗസ്റ്റ് 5:30 PM ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഓൺ ഓർ ബിഫോർ 4th സെപ്റ്റംബർ. അധികം ഡേറ്റ് ഒന്നും ഇല്ല. ഇന്നിപ്പോ 2 3 4. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ മുമ്പ് അറിയിച്ചിരുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസീസ് ധാരാളം ഉണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കരുതുന്നു ഞാൻ. ഇന്നായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, 2-ാം തീയതി. ഇതിപ്പം 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഓക്കെ, താമസത്തിന് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് താല്പര്യമുള്ളവര് പോയി എന്ത് ചെയ്യുക, ഈ സൈറ്റിൽ കയറി ഞാൻ പറഞ്ഞതൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് ആ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, M.Tech ഉള്ളവരോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ അറിയിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അപ്ഡേഷനിൽ തരാനുള്ളത്. വേറെ എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്ത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്നും നാളെയും മറ്റന്നാളും ടൈം ഉണ്ട്. 4-ാം തീയതി വരെ, നമ്മുടെ ഓണം വരെ അല്ലേ ആണ് ടൈം ഉള്ളത്. ജസ്റ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഓണത്തിൽ മുങ്ങിപ്പോവാതെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഈ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്തവർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും അറിയിക്കുക, അല്ലെങ്കിൽ വിളിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ പറയുന്നു, CTET-ഉം KTET-ഉം
ടീച്ചർ പോസ്റ്റിന് വേണ്ടി മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, അതില്ലാത്തവരെ പുറത്താക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, അതിന്റെ വീഡിയോ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ജയ് ഹിന്ദ്.